ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പൂർണിമാമ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആ ഒരു വേദനയിലാണ് എല്ലാവരും. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക, പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം ഇനി എങ്ങനെയായിരിക്കും മാറിമറിയാൻ പോകുന്നത്. ഋതുവും സ്വാതിയും അച്ചും ഒക്കെ ഇനി പല്ലവിയും നമ്മുടെ സേതുവിനെ അംഗീകരിക്കുമോ? ഇപ്പൊ അച്ചു ഓൾറെഡി അംഗീകരിച്ച് കഴിഞ്ഞു. എന്നാൽ ബാക്കി രണ്ട് അനിയത്തിമാരും ഇനി എങ്ങനെയായിരിക്കും സേതുവിനോടും പല്ലവിയോടും അവരുടെ ആ ഒരു അവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരോട് പെരുമാറാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും പൂർണിമാമ കണ്ണു തുറക്കാത്ത സങ്കടം സേതുവിനും പല്ലവിക്കും ഉണ്ട്. എന്നാൽ പല്ലവി ഒരു കാര്യം സേതുവിനോട് വന്ന് പറഞ്ഞു. സേതുവേട്ടനെ പൂർണിമാമയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ പൂർണിമാമ സേതുവേട്ടൻ്റെ ആ ഒരു സാന്നിധ്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. സേതുവേട്ടൻ പൂർണിമാമയോട് പോയിട്ട് അമ്മേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണിമാമ എണീക്കും. എനിക്ക് ഉറപ്പുണ്ട് പൂർണിമാമ കണ്ണ് തുറക്കും. ഇതുവരെ ഋതുവും സ്വാതിയും പറയുന്നത് നമ്മൾ കാരണമാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. എന്നാൽ ചിലപ്പോൾ സേതുവേട്ടൻ അമ്മയെന്ന് വിളിക്കുന്ന ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അമ്മ എണീറ്റാലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെയുള്ള ആ ഒരു പഴി തീർന്നു കിട്ടും എന്നൊക്കെ പല്ലവി സേതുവിനോട് പറഞ്ഞു. ശരി, ഇപ്പോൾ പല്ലവി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു കാര്യം മറുത്ത് പറയത്തില്ല, അതുകൊണ്ട് ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ് നേരെ സേതു പൂർണിമാമയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ പല്ലവി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നോക്കുമ്പോൾ പ്രതാപൻ പൂർണിമാമയെ നോക്കി ഡോക്ടറിനെ കാണുന്നുണ്ട്. ഡോക്ടർ പുറത്തേക്ക് വന്നു. പ്രതാപനും ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ ഉടനെ തന്നെ പ്രതാപനോട് ഡോക്ടർ ചോദിക്കുവാണ്, പൂർണിമയെ പോയി കണ്ടോ, ചേച്ചി പോയി കണ്ടോ? എന്നാലില്ല, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടല്ല വന്നത്. എല്ലാവരെയും ഞാൻ തെറ്റിദ്ധരിപ്പിച്ചത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട്, ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ച വേദന കൊണ്ട് ഞാൻ വേദനിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്നാണ്. എന്നാൽ അതിന് മാത്രമല്ല ഞാൻ വന്നത്, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്നും, എന്നിട്ട് ഞാൻ അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് തൻ്റെ ആ ഒരു ഒളിപ്പിച്ചു വെച്ച കുറച്ച് പൈസ എടുത്ത് ഡോക്ടറിന് കൊടുക്കുവാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ അത്രയും തുകയുണ്ടെന്ന് പറയുമ്പോൾ ഇത് കള്ളനോട്ട് എന്തെങ്കിലും ആണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കലും കള്ളനോട്ടൊന്നും അല്ല എന്നും, താൻ നല്ല ശുദ്ധനായ ആളാണെന്നും, അതുകൊണ്ട് നല്ല തുക തന്നെയാണ് തന്നിരിക്കുന്നത്. എന്തായാലും ഡോക്ടർ ചെയ്തു തന്ന ഉപകാരത്തിന് എന്തുകൊണ്ടും നന്ദിയുണ്ട്. ഡോക്ടർ എൻ്റെ ജീവിതം തന്നെയാണ് രക്ഷിച്ചത്, എൻ്റെ അഭിമാനമാണ് രക്ഷിച്ചത് എന്ന് പ്രതാപൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പല്ലവി കേട്ടിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആ ഒരു ചെക്കപ്പിന്റെ കാര്യങ്ങൾക്ക് ഉള്ള പൈസയൊക്കെ അടച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ എന്താണ് പ്രതാപൻ ഡോക്ടറിന് വേണ്ടി മാത്രം പൈസ കൊണ്ടു കൊടുത്തത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം പല്ലവിക്ക് വന്നു. അപ്പൊ തന്നെ പല്ലവി അവിടുന്ന് പ്രതാപൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോയി. എന്നാൽ പ്രതാപൻ പറഞ്ഞത്, ഡോക്ടർ ഒരു കാരണവശാലും ഈ ഒരു കാര്യം ആരോടും പറയരുത്, എന്തൊക്കെ തല പോയാൽ പോലും ആരോടും പറയരുത് എന്ന് പ്രതാപൻ പ്രത്യേകിച്ച് ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറും അകത്തോട്ട് പോയത്. എന്നാൽ പ്രതാപന്റെ യഥാർത്ഥ തനിനിറം എന്താണ് എന്ന് പല്ലവി ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. പക്ഷെ പല്ലവിക്ക് അറിയാം പ്രതാപൻ എന്തോ ചതി ചെയ്യുന്നുണ്ട്. അന്ന് ആ ഒരു മാധവന്റെ മരണത്തിലും പ്രതാപൻ എന്തോ കൈകടത്തിയിട്ടുണ്ട്. പ്രതാപൻ കാരണമാണ് മാധവൻ മരിച്ചത് എന്ന്, സേതുവിന്റെ അച്ഛൻ മരിച്ചതെന്ന് പല്ലവിക്ക് നല്ല സംശയമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു കാരണവും കൂടി ആയപ്പോൾ ആ സംശയങ്ങൾ കുറച്ചുകൂടി ബലപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ അതിന് തെളിവുകൾ വേണം. തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പല്ലവിക്ക് അറിയാം. ഈ സമയം സേതു നേരെ പൂർണിമാമയുടെ അടുത്തേക്ക് പോയി. പൂർണിമാമയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം കൈ പിടിച്ചിട്ട് പൂർണിമാമയോട് സംസാരിക്കുന്നുണ്ട്. പൂർണിമ, അമ്മേ കണ്ണ് തുറക്ക്, അമ്മയുടെ സേതുവാണ് വന്നിരിക്കുന്നത്, അമ്മ കണ്ണ് തുറക്ക് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൂർണിമാമയുടെ കണ്ണ് തുറന്നപ്പോൾ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നേഴ്സിനോട് പറഞ്ഞു, ആ ഒരു ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റി തരാവോ? മാറ്റി. പൂർണിമാമ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും എവിടെ? അപ്പോൾ എല്ലാവരും പുറത്തുണ്ട്. പല്ലവി എവിടെ? അപ്പോൾ പല്ലവിയും പുറത്തുണ്ട്. പല്ലവി നല്ല ഒരു പെൺകുട്ടിയാണ്, നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ്, ഒരിക്കലും നീ അവളെ കൈവിടരുത്, ഒരിക്കലും നീ അവളെ വിട്ട് കളയരുത്, അവൾ നല്ല പാവം പിടിച്ച കുട്ടിയാണ് എന്നൊക്കെ പൂർണിമാമ സേതുവിനോട് പറഞ്ഞു. ഒപ്പം തന്നെ നീ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്, ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട്. പൂർണിമാമ എന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അകലം അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അമ്മയെന്ന് വിളിക്കുമ്പോൾ അത്രത്തോളം അടുപ്പമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ ഇനി എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം സന്തോഷത്തോടെയാണ് സേതു പുറത്തോട്ട് ഇറങ്ങിയത്. എന്തായാലും പൂർണിമയ്ക്ക് ഒരു സങ്കടവും ഇല്ലല്ലോ, അമ്മയ്ക്ക് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ടല്ലോ, കണ്ണ്
തുറന്നല്ലോ എന്നൊരു സന്തോഷവും സേതുവിനുണ്ട്. ഉടനെ തന്നെ സേതു പല്ലവിയോട് പോയി പറഞ്ഞു, പല്ലവിയോട് നന്ദിയും പറഞ്ഞു. കാരണം പല്ലവി പറഞ്ഞത് പ്രകാരമാണ് സേതു തന്റെ അമ്മയെ പോയി കണ്ടതും തന്റെ അമ്മയെന്ന് വിളിച്ചതും. ആ സന്തോഷം തന്നെയാണ് ഇപ്പോൾ സേതു പല്ലവിയോട് പറഞ്ഞത്. കൂടാതെ ഇനി തന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്നും പല്ലവിയെ ഒരിക്കലും കൈവിടരുത്, എന്താപത്ത് വന്നാലും കൈവിടരുതെന്നും പല്ലവിയെ മുറുകെ പിടിച്ചോണം എന്നൊക്കെ സേതു പല്ലവിയോട് പറഞ്ഞു. പൂർണിമാമ ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് എന്ന് പല്ലവിയോട് സേതു പറയുമ്പോഴും പല്ലവി പറഞ്ഞ കാര്യം ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല സേതുട്ട, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും എനിക്ക് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരുപാടൊന്നും ആഗ്രഹിക്കാൻ പോകാറില്ല. നടക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. അല്ലാതെ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒന്നും ലഭിക്കത്തില്ല എന്ന് പല്ലവി സേതുവിനോട് പറയുന്നുണ്ട്. എന്നാൽ പല്ലവി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് സേതുവിന് അറിയാം. പക്ഷേ ആ ഒരു സങ്കടം സേതുവിന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. എന്നാൽ ശോഭയ്ക്കും മാഷിനും ഇപ്പോഴും പല്ലവി പല്ലവി വിളിച്ചിരുന്നു, അമ്മയ്ക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാ വരുന്നുണ്ടെന്നൊക്കെ പല്ലവി പറഞ്ഞു എന്ന് ശോഭ മാഷിനോട് പറഞ്ഞു. എന്നാൽ മാഷിന് ആ വീട്ടിൽ ചെന്നപ്പോൾ പല്ലവി തറ തുടയ്ക്കുന്ന ആ രംഗം മാഷിന് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്നപ്പോഴും തറ തുടയ്ക്കുന്ന പല്ലവിയാണ് താൻ കണ്ടതെന്നും അതുകൊണ്ട് തനിക്ക് ഒരിക്കലും സങ്കടം അടക്കാൻ പറ്റത്തില്ല എന്നും പല്ലവി ഒരു ജോലിക്കാരിയെ പോലെയാണോ അവിടെ ജീവിക്കുന്നത് എന്നുള്ളൊരു സങ്കടവും ഒരു ടെൻഷനും മാഷിനുണ്ട്. കൂടാതെ തന്നെ പല്ലവി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം. ഇന്ദ്രനാണ്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കത് നേരിടാം. എത്ര നാളെന്നും പറഞ്ഞ് നമ്മൾ ഒളിച്ചു നടക്കും. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നേരിടാമെന്നും എങ്ങനെയെങ്കിലും പല്ലവി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം എന്നും കൂടി മാഷ് പറഞ്ഞു. അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുവാണ്. എന്നാൽ ഒരുപാട് നേരം അവിടെ പൂർണിമാമയ്ക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുകയാണ് എല്ലാവരും. ഋതുവും അച്ചുവും സ്വാതിയും പല്ലവിയും സേതുവും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുകയാണ്. അവർ ആരും തിരിച്ചു പോകാനായിട്ട് തയ്യാറായിരുന്നില്ല. പ്രതാപനും അവിടെ തന്നെ കിടക്കുവാണ്. അപ്പോൾ അച്ചുവും സ്വാതിയും ഋതുവൊക്കെ ക്ഷീണം കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങുന്നുണ്ട്. പ്രതാപൻ ഒരു ബെഡിൽ കിടക്കുവാണ്, പല്ലവി അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് സേതു കുറച്ച് കാപ്പി കൊണ്ടുവന്നിട്ട് പല്ലവിക്കും കൊടുത്തു. ഒപ്പം തന്നെ ഋതുവിനും സ്വാതിയും അച്ചുവിനെയൊക്കെ വിളിച്ചുണർത്തി അവരോട് ബെഡിൽ പോയി കിടന്നൂടെ എന്നൊക്കെ ചോദിക്കുവാണ്. എന്നാൽ കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് സേതുവിനോട് പറയുകയും കാപ്പി കൊടുക്കുവാണ്. ഋതുവിന് കാപ്പി കൊടുത്തു. ഋതു സന്തോഷത്തോടെ കാപ്പി വാങ്ങിച്ചു കുടിച്ചു. സ്വാതിക്ക് വേണ്ടാന്ന് പറഞ്ഞു, അച്ചുവിനും കൊടുത്തു. അച്ചുവും സന്തോഷത്തോടെ വാങ്ങിച്ചു കുടിച്ചു. ഈ സമയത്താണ് നേഴ്സ് ഓടി വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബി പോസിറ്റീവ് ബ്ലഡ് ആണോ? അപ്പോൾ അല്ല, എന്ത് പറ്റി? അല്ല, അത് പൂർണിമയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. പെട്ടെന്ന് തന്നെ പ്ലേറ്റ്ലെറ്റ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബി പോസിറ്റീവ് ബ്ലഡ് ആണ് പൂർണിമയ്ക്കെന്നും ആ ബി പോസിറ്റീവ് ബ്ലഡ് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ കയറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബി പോസിറ്റീവ് ബ്ലഡ് ശരിയാക്കണം. അപ്പോൾ സ്വാതി പറഞ്ഞു, തന്റെ അങ്കിളിന് ബി പോസിറ്റീവ് ബ്ലഡ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യ്, ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം. അങ്ങനെ സ്വാതിയും ഋതു എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രതാപനെ വിളിച്ചുണർത്തി. എന്നിട്ട് പ്രതാപനോട്, അപ്പോൾ പ്രതാപനെ വിളിച്ചുണർത്തുമ്പോൾ തന്നെ പ്രതാപൻ എന്ന് പറയുമ്പോൾ പൂർണിമ മരിച്ചു ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. എന്നാൽ പൂർണിമ മരിക്കണം എന്ന് മാത്രമാണ് പ്രതാപന് ചിന്തയുള്ളത്. ഈ സമയത്ത് തന്നെ പ്രതാപൻ അപ്പോൾ ഋതു പറയുന്നുണ്ട്, അതൊന്നുമല്ല, അമ്മയ്ക്ക് ബി പോസിറ്റീവ് ബ്ലഡ് വേണം, അപ്പോൾ അങ്കിളിൻ്റെത് ബി പോസിറ്റീവ് അല്ലേ, ഒന്ന് തരാവോ? എന്നാൽ താൻ ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തനിക്ക് ഒരുപാട് ടെൻഷനായെന്നും വരുന്ന വഴിക്ക് താൻ 2 പെഗ് മദ്യം കഴിച്ചിട്ടാണ് വന്നത് എന്ന് പ്രതാപൻ പറഞ്ഞു. അപ്പോൾ മദ്യം കഴിച്ച സ്ഥിതിക്ക് എന്തായാലും ബ്ലഡ് അവർ സ്വീകരിക്കത്തില്ല. ഇനി എന്ത് ചെയ്യും? കുഴപ്പമില്ല, ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് സേതു പറയുന്നുണ്ട്. എന്നാൽ ഈ പാതിരാത്രി എവിടെ നിന്ന് ഈ ബി പോസിറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യും? അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ വേണ്ടേ എന്ന് സ്വാതി ചോദിക്കുവാണ്. എന്നാൽ നിങ്ങൾക്കാർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ ബ്ലഡ് തരാം, ഞാൻ ബി പോസിറ്റീവ് ബ്ലഡ് ആണ്, ഞാൻ തന്നോളാം എന്ന് പല്ലവി പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതുവിനൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ ഉടനെ തന്നെ പ്രതാപൻ പോയി പറഞ്ഞത്, അങ്ങനെ നിന്റെ ബ്ലഡ് ഞങ്ങൾക്ക് വേണ്ട, നീ ശത്രുവാണ്, അപ്പൊ നിന്റെ ബ്ലഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രതാപൻ പറയുകയും ഉടനെ തന്നെ ഋതു പറഞ്ഞത്, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്തായാലും ഞങ്ങൾക്ക് ബ്ലഡ് ആവശ്യമാണ്, ഇവിടെ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെയാണ്, അപ്പോൾ പല്ലവി തന്നെ ബ്ലഡ് തന്നോട്ടെ. അപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും പൂർണിമയുടെ യഥാർത്ഥ മകള് തന്നെയാണ് നീ എന്ന് പല്ലവി പറയുകയും സേതുവിനൊപ്പം തന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒപ്പം തന്നെ അച്ചു ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പല്ലവിക്ക് വേണമെങ്കിൽ ബ്ലഡ് തരാതിരിക്കാം, ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയാതിരിക്കാം,
പക്ഷെ അത് ചെയ്യാതെ മനുഷ്യത്വമാണ് പല്ലവി കാണിച്ചത്. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹം തിരിച്ചറിയാതെ അവരെ പഴിച്ച് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് നിങ്ങൾക്ക് തന്നെ ദോഷമായിട്ട് മാറും എന്ന് പറഞ്ഞ് അച്ചുവും പോയി. എന്നാൽ പ്രതാപൻ സ്വാതിയോടും മൃദുവിനോടും പറഞ്ഞത് അവരെന്തൊക്കെ പറഞ്ഞാലും ഇത് പല്ലവിയുടെ അടവാണെന്നും നമ്മൾ അവളെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അവൾ കാണിക്കുന്ന അടവാണ്, അതുകൊണ്ട് നീ ഇതൊന്നും കാര്യമാക്കരുത്, നമ്മുടെ ശത്രുത നമ്മൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ഋതുവും സ്വാതിയും പല്ലവിക്കൊപ്പം പോയി. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അകന്നിരുന്നവരെ ഏകദേശം അടുത്തോണ്ടിരിക്കുവാണ്. ആ സ്നേഹക്കൂട് ഏകദേശം പൂർണ്ണമായിക്കൊണ്ടിരിക്കുവാണ്. ഇനി പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും. അതുവരേക്കും ടാറ്റാ ബൈ.